പുള്ളി ഇതുവരെ പിന്നെ പുള്ളിക്ക് നാണക്കേടായിട്ട് ചോദിച്ച് നാണക്കേടായിട്ടാണ് പുള്ളി വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ പുള്ളി അഭിനയിക്കാൻ കാശില്ലാണ്ട് അഭിനയിക്കേണ്ട അവസ്ഥയൊന്നും പുള്ളിക്ക് വന്നിട്ടില്ല. എന്ത് തെളിവാ? ഇപ്പൊ പറഞ്ഞല്ലോ 2 ലക്ഷം കൊടുത്തിന്. എന്ത് തെളിവ്? നീ തെളിവ് കാണിക്ക്. ഞാൻ സത്യമേ പറയല്ലോ, സത്യം ഇല്ലാണ്ട് ഒരു കാര്യം ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ പറയാന് ഡിപ്രഷനൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ ഉണ്ണിച്ചേട്ടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോണില് കാശ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഭയങ്കര വിഷമാണ്, പുള്ളി ശരിക്കും പറയണില്ല എന്നുള്ള ഇവിടെ ഡിപ്രഷൻ അടിച്ചിട്ട് ഇരിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അല്ല, ഒരു നാണല്ലേ നമുക്ക് ചോദിക്കണേല്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് ഇരിക്കുക. അവനക്ക് ഒരു നാണല്ല, അവനക്ക് നാണം ഉണ്ടെങ്കിൽ ഒരു സിനിമാ നടന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത്. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ സാലറി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും ചർച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അതില് 2 ഇന്റർവ്യൂവില് ഞാനും എന്റെ സ്റ്റേറ്റ്മെന്റ്സ്, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഏത് സിനിമയാന്ന് പറയുന്നില്ല. അത് കാരണം അവരിഞ്ഞ് കോംപ്രമൈസ് ആക്കിയോന്ന് എനിക്കറിയില്ല. ഈ ഷൂട്ടിംഗ് ഫസ്റ്റ് ഈ ഷൂട്ടിങ്ങിന്റെ കോള് വരുന്ന സമയത്ത് പുള്ളിക്ക് ടൈഫോയിഡിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു പടമുണ്ട്, അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളി പനി പിടിച്ചു കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഒപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഫോൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫോൺ എടുക്ക് എന്തെങ്കിലും സിനിമയുടെ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറയണം. അപ്പം അങ്ങനെ ഫോൺ എടുത്തു. അപ്പം ഇങ്ങനെ പനിയാന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ടൈഫോയിഡായിട്ടൊരു 10-20 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിന്റെ കഥ കേൾക്കലും അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മളുണ്ട്. അത് കഴിഞ്ഞ് വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവര് എന്താണ് ഉള്ളിൽ എന്താ സംസാരിച്ച, ഇവരെന്താണ് ഇവരുടെ സാലറിനെ പറ്റിയിട്ട് എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ദിവസത്തിന്റെ സാലറി 1 ലക്ഷമാണ്. അപ്പൊ 10-23 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. 30 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് അന്ന് ആദ്യം പറഞ്ഞനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അറിയില്ല, പുള്ളി പറഞ്ഞത് എനിക്കറിയുള്ളൂ. ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കണേന്ന് എനിക്കറിയില്ല. അപ്പൊ 30 ദിവസത്തിന് 1 ലക്ഷം വെച്ചിട്ട് എന്റെ സാലറി നീ വേണ്ടതല്ലേ? എനിക്ക് തമിഴ് ഫിലിമിന് ഒരു ദിവസത്തിന് 2 ലക്ഷം വെച്ചിട്ടാണ് സാലറി. മലയാളം ഫിലിമിനോ ഒരു ദിവസത്തിന് 1 ലക്ഷം. ഞാൻ ഫസ്റ്റ് ആയിട്ട് ആണ് ഷൂട്ടിംഗ് പോണത്, ഷൂട്ടിംഗ് ലൊക്കേഷന് പോണത്. ഇതിന്റെ സാലറിനെ പറ്റിയിട്ട് അറിയണമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. സോ ഞാൻ അങ്ങനെയാണ്, ഓക്കെ അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ പുള്ളിക്ക് ഹെൽത്ത് കംപ്ലൈന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മള് ഭാര്യയല്ലല്ലോ, അപ്പൊ നമ്മളതിനെ ജസ്റ്റ് ഹോം നേഴ്സായിട്ട് കൊണ്ടുപോയതാണെന്ന് ഞാൻ മനസ്സിലാക്കണു. പുള്ളിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഇടയിൽ തീരെ വയ്യാണ്ടായിരുന്നു. അപ്പൊ ഇടയിൽ വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളതിനെ കൊണ്ടുപോയതെന്ന് ഇപ്പൊ മനസ്സിലാക്കണം. അന്ന് ഞാൻ വിചാരിച്ചു സ്നേഹത്തിൽ കൊണ്ടുപോയതാണ്. ഭാര്യനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഷൂട്ടിങ്ങിനെ കൊണ്ടുപോയി കാണിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കണത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിന്റെ സെലിബ്രേഷൻ ടൈം ആകുമ്പോഴേക്കും എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറയുന്നു. എന്നെ വീട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അവിടുത്തെ പരിപാടികൾ അപ്പോൾ ലാസ്റ്റ് ദിവസം വേണ്ടല്ലോ, ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മളതിനെ അപ്ലൈ വിട്ടു. അപ്പോൾ നമ്മളതിനെ വീട്ടിലേക്ക് ഇടയ്ക്കല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷം വേറെ. അപ്പോൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് അവിടെ നിന്നു. അവിടെ എന്താ ടോക്കിംഗ് ഉണ്ടായെന്ന് എനിക്കറിയില്ല ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞത് സാലറിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇത്തിരി ടൈറ്റിലാണ്, അതുകൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാം, നമ്മളെന്തായാലും തരാണ്ടിരിക്കും ബ്രോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് 2 പേർക്കും കൂടിയിട്ടുള്ള ഒരു സൂട്ട് റൂം, അതുപോലെ തന്നെ ഭക്ഷണം, പ്രൊഡക്ഷൻ എന്നുള്ള ഫുഡ്, അതുപോലെ തന്നെ എല്ലാതും നന്നായിട്ട് മെയിൻറ്റെയിൻ നന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞ് ഞാൻ ഇത്ര വലിയ നടനല്ലേ, അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും, വൈഫായിട്ട് വന്ന വൈഫായിട്ട് ഇത് ചെയ്യേണ്ടി വരും, അങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഓക്കെ, അങ്ങനെയാണോ സിനിമ? നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോണ, അതും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു ഫിലിമില് ഇയാളുടെ
ഇത് എന്താണെന്നും അതുപോലെ തന്നെ ഓക്കെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. അതിപ്പോ ഇത്ര സംഭവമാണോ അത് അതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പുള്ളി പറയണതിന്റെ ഇത് അനുസരിച്ചിട്ടാണ്, അത് നോർമൽ തിങ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, ഞാൻ അതൊന്നും സാലറി ആയിട്ട് ബന്ധമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. സോ അത് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡബ്ബിങ്ങിന് പോകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വയ്യായ്ക ആവുന്നുണ്ട് എനിക്ക്. പിന്നെ അവിടുത്തെ AC പറ്റാതെ ആവുന്നുണ്ട്. പുള്ളിക്കും വയ്യായിട്ടായിട്ടാണ് പോണത്. ഫുൾ ടൈം കള്ളു കുടിച്ചിട്ടും ബാഗിലെ കള്ളും കുപ്പിയൊക്കെ ആയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോണത്. അത് വേറെ കാര്യം. അപ്പോ ആ പരിപാടി ഉണ്ട്, എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ന്യൂമോണിയ ആയിട്ട് മാറുന്നുണ്ട്. നല്ല പനിയും വിരയിലും ഇതൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ പാരൻസ് വന്നിട്ട് എന്നെ കൊണ്ടുപോവാണ്. ഞാൻ ഓൾറെഡി ആ കാര്യമൊക്കെ ആദ്യത്തെ വീഡിയോയിലോ രണ്ടാമത്തെ വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 മാസം അപ്പോൾ വീട്ടുകാർ ഓൾറെഡി പറഞ്ഞു, ഒന്നെങ്കിൽ നീ ജോലിക്ക് പോവാ, അല്ലെങ്കിൽ നിന്നെ പഠിക്കാൻ സമ്മതിക്കണം. ഇത് രണ്ടും പുള്ളി സമ്മതിക്കണില്ല. മിനിമം നിനക്ക് വയ്യാണ്ടായാലെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനോ അതിനെ ഹെൽപ്പ് ചെയ്യണം. ഇതും ചെയ്യണില്ല. അപ്പൊ നീ സ്വന്തമായിട്ട് ജോലിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ പുള്ളി വിളിക്കുകയാണെങ്കിൽ പൊക്കോ എന്നുള്ളതിൽ പിന്നെ എന്റെ ന്യൂമോണിയ മാറിയപ്പോൾ ഇന്നെ ഹോസ്പിറ്റലിൽ കയറ്റുകയാണ് അപ്പൊ ചെയ്തത്. അപ്പോൾ ഒരു 6 മാസം ഞാൻ ആ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 6 മാസം അവിടെ ഉണ്ടായിരുന്നില്ല. 6 മാസം സെപ്പറേറ്റഡ് ആണ് ഞങ്ങള്. അതിന്റെ ഇടയിൽ എന്ത് കാര്യങ്ങൾ നടന്നുണ്ടോ അവരൊക്കെ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം പിന്നെ ഇടയിൽ വീണ്ടും ഞങ്ങൾ കോണ്ടാക്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നല്ല രീതിയിലുണ്ട്. പിന്നെ എന്റെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നെ കാണുന്നുണ്ട്. അങ്ങനെ 2-3 തവണയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഇതായി വീണ്ടും തിരിച്ചു പോകണു. വീണ്ടും തിരിച്ചുപോയി സമയത്താണ് ഈ ഫിലിമിന്റെ റിലീസ് ആവണത്. ഫിലിമിന്റെ റിലീസിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴും ഈ മനുഷ്യനോട് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നം, ഈ കാശ് കൊടുക്കാത്ത പ്രശ്നമൊന്നും ഫിലിം റിലീസ് വരെ ആരോടും വേണ്ടിയിട്ടില്ല. ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പെട്ടെന്നൊരു ദിവസം കുറെ മീഡിയക്കാരനെ എന്ന് പറഞ്ഞാൽ ഈ കുറെ മീഡിയക്കാരനെ, അങ്ങനത്തെ മീഡിയക്കാരനെ എന്നെ വിളിച്ച് ഇങ്ങനത്തെ ഇന്റർവ്യൂകൾ കൊടുത്തു. കാശ് തന്നിട്ടില്ല, പറ്റിച്ചു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല ഇത്. അപ്പൊ എനിക്കും അറിയണ കാര്യമാണ്. കാരണം അന്ന് ചെന്നൈയിൽ വെച്ചിട്ട്, അതായത് ഇതിനു മുമ്പുള്ള സമയത്ത് കാശ് ചോദിച്ചിട്ട് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ആ സമയത്ത് ഡബ്ബിങ് നടക്കണേണ്ടും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാന്ന് തോന്നുന്നു സാലറി ചോദിച്ചിട്ട് അത് ഞാൻ ഇടൂലോ ബ്രോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോ പുള്ളി ഇയാളാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചില്, ഇന്നെ പറ്റിച്ചു, എനിക്ക് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനടക്കം ആ ഫോണിന് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങേർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇങ്ങേർക്ക് നാണം കെടാൻ വയ്യ അങ്ങനത്തെ കാശൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും. അപ്പൊ ഇയാളുടെ കരച്ചില് കണ്ടിട്ട് ഞാനാണെങ്കിൽ ചോദിച്ചിട്ടുമുണ്ട്, ചേട്ടാ ഇങ്ങേര്, ഞാൻ പറഞ്ഞു കറക്റ്റ്, ചേട്ടാ ഇയാൾ ഇങ്ങേര് ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വിഷമത്തിലാണ്, അത് ശരിയാക്കാൻ സിസ്റ്റർ ഞാൻ പുള്ളിക്ക് ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ എന്തോ സംസാരിക്കണമുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു കോൺവെർസേഷനിൽ ഉണ്ട്. അത് കഴിഞ്ഞ് ആണ് ഇങ്ങനെ ഫിലിം റിലീസൊക്കെ കഴിഞ്ഞ് അതിന്റെ ആ ഒരു കെട്ടൊക്കെ അടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് പൊന്തണത്. ഇങ്ങനെ കാശ് തന്നിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ വന്നിട്ട് ഇത് ചെയ്യണത്. അപ്പൊ എന്നെ ഇടയിൽ പിടിച്ചിട്ട് ഞാന് പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ഇന്റർവ്യൂവിൽ എന്നെ പിടിക്കണത് ഇന്നെ പിടിച്ച ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായി ഡബിങ് സമയത്ത്. ആക്ച്വലി ഞങ്ങൾ ഡബിങ് സമയത്ത് ഒരു ദിവസം ഡാഡിയും മമ്മിയും ആക്ച്വലി പുള്ളിനെ കാണാൻ വീട്ടിൽ, കാരണം പുള്ളിക്ക് വയ്യാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഡാഡിയും മമ്മിയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് നമുക്ക് നേരെ ഡബ്ബിങ്ങിന് പോകാൻ, നിങ്ങൾ ഡബ്ബിങ് ഒന്നും കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരിനെയും, അതായത് ഞാൻ ഓൾറെഡി പുള്ളിയോടൊപ്പം ഉണ്ട്, ഡാഡിനെയും മമ്മീനെയും കൂടി ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ട് എല്ലാരും കയറി എന്ന് പറഞ്ഞിട്ട് കയറി. അപ്പോ അവിടെ ചെറിയ സ്ഥലമാണ്, അത്ര വലിയ സ്ഥലമൊന്നല്ല. അപ്പൊ എല്ലാരും കയറാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് അതിന്റെ ഒരു ലൈൻ പ്രൊഡ്യൂസർ പറഞ്ഞു.
അപ്പൊ ഡാഡി അങ്ങോട്ട് മോളിക്ക് കയറി പോയി. ഞാനും മമ്മിയും കയറി, പുള്ളി ഓൾറെഡി ഉള്ളിൽ കയറി പോയി. അപ്പൊ ഡാഡി എവിടെയും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്ര ആൾക്കാർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാശ് തരാൻ പറ്റില്ല, എന്നിട്ട് ആൾക്കാരനെ തടയണോന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ ഡാഡി ആരെ പറഞ്ഞു എങ്ങനെയെന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി മറ്റേ ആക്ടർ, അതായത് ഇതിൽ വരുന്ന മറ്റേ ആക്ടർ, അപ്പൊ കയറിക്കും ഫാദർ ഇവിടെ ഇരുന്നു എന്നൊക്കെ, പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതിന്റെ കുറെ സംഭവങ്ങളുണ്ടായി. കുറെ സംഭവങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അവനെ കാശ് തരാനുള്ള ഇതില്ല, എന്നിട്ട് പിന്നെ ഈ ഇതിലൊക്കെ നമ്മളതിനെ കുറയ്ക്കാൻ നോക്കുകയാണ്, അതിലൊന്നും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ കയറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. കേൾക്കണം, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഓഡീഷൻ അല്ല, ഡബ്ബിങ്, അതുപോലെ തന്നെ ഡബ്ബിങ് സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഈവൻ ഒരു ഫിലിമിന്റെ സെറ്റിലേക്ക് പോണത് തന്നെ ആദ്യമാണ്. അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുന്നതും ഇങ്ങനെ പോണതും, ഇതുവരെ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് കാണാൻ പോലും ഞാനോ എന്റെ ഫാമിലിയോ ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോ നമ്മളൊരു നടന്റെ വൈഫായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഓക്കെ ഇതൊക്കെ പറ്റുന്നതാണ് പുള്ളി പറയുന്നുണ്ട്. പുള്ളി കോൺഫിഡന്റ് ആണ്. അപ്പോൾ അതില് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പോ ഈ കേസ്, അതായത് ഈ ന്യൂസ് ചാനലിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത് കാശ് തന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇങ്ങേര് കുറെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആദ്യത്തെ ഇന്റർവ്യൂവിൽ നേരിട്ട് വന്ന് ഇരുത്തണത് ആ ഇന്റർവ്യൂവില്. അപ്പോ അങ്ങനെ ഞാനപ്പോ ഈ 6 മാസത്തെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട്. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. എന്നോട് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഒരു കാശും കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ പുള്ളിനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനും കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന സമയത്ത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്നും അതിന്റെ പോലെ തന്നെ പുള്ളി ഇടയില് ഈ ഫിലിമിന്റെ റിലീസിന്റെ സമയത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച ആളാണ്. അപ്പൊ പെട്ടെന്നൊരു കുഴപ്പമുണ്ടാവേണ്ട കാര്യം ഉണ്ടാവില്ല ശരിക്ക്. അപ്പൊ കാശ് കിട്ടാണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഞാന് എന്റെ സ്വന്തം ഭർത്താവിനെ ഡൗട്ട് അടിക്കണോ അല്ലെങ്കിൽ വേറെ ആളിനെ ഡൗട്ട് അടിക്കണോ? ഓൾറെഡി കുറെ കുറ്റം പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങേരുടെ പറ്റിയിട്ട്. സോ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാന് വിചാരിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്താൽ മാത്രം മനസ്സിലാവും. ഇപ്പൊ എത്ര മനസ്സിലാവും അറിയില്ല. ഓക്കെ, അപ്പോ അവിടെ നിന്നിട്ട് ആ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ കാശ് തന്നായിട്ട് എനിക്കറിയില്ല എന്നും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ട് ആ പ്രസ് കോൺഫറൻസിന്റെ സമയത്ത് തന്നെ ഈ ഒരു ബക്കാടിയും അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ കാശും കൊടുത്തിട്ട് നടത്തുന്ന ഇന്റർവ്യൂ ആള് ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് അപ്പൊ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഇന്റർവ്യൂല് ഞാൻ ആക്ച്വലി ഒരു ഇന്റർവ്യൂ എന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം, ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല, നിങ്ങളുടെ ഒരു കാര്യത്തിനും ഇല്ല, കാരണം കുറെ തവണ എന്നെ പല കാര്യത്തിലും പറ്റിക്കുന്നു, ഇനി ഇങ്ങനെ സംഭവത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നൈറ്റ് ഇട്ടിട്ടാണ് അപ്പോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്നിട്ട് അതിന്റെ ഉള്ളില് അവര് 2 പേജ് കാണിക്കുന്നുണ്ട്. ഈ കാശ് കൊടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ സംഭവം, അത് കുറെ വെട്ടും കുത്തൊക്കെ ഉള്ള പേപ്പറുകളാണ്. 2 പേപ്പർ കാണിക്കുന്നുണ്ട്. അതില് അക്കൗണ്ട് നമ്പറൊക്കെ ഉള്ള സംഭവം. അപ്പൊ എലിസബത്തെ വന്ന് നോക്കി, ഇത് ഇന്റെ അക്കൗണ്ട് നമ്പർ അല്ലേ നോക്കി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലില്ല, നീ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് എഴുതിയതാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ 2ലും ഇങ്ങേരുടെ പേരില്ല. ഒന്നില് ഓൾറെഡി അതില് ക്യാമറമാന്റെ പേര് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങേരുടെ പേരല്ല, അതോ ഇത് ഓൾറെഡി വേറെ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്ത അക്കൗണ്ട് നമ്പർ ഞാൻ പുള്ളിയുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഞാനാണ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തോണെ. അതുകൊണ്ട് എനിക്കറിയാം ഏത് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തോണേന്ന്. അപ്പൊ ഞാൻ ആ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് ഇതാ ഈ അക്കൗണ്ട് നമ്പർ അല്ല എന്ന് കാണിക്കണമുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ഒരു മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഞാൻ പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശ്രദ്ധിക്കണേ. അതായത് എല്ലാ സ്ക്രീൻഷോട്ടുകളും, കാശ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചത് കാണിക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടുകൾ അയച്ചത് കാണിക്കുമ്പോൾ കാണുന്നത് ഇയാളുടെ കറക്റ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഞാൻ അയച്ചു കൊടുത്ത ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറിൽ 2 ലക്ഷമോ 1,90,000 സംതിങ്, എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല, ആ വന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. കറക്റ്റ് സെയിം അക്കൗണ്ട് നമ്പർ തന്നെയായിരുന്നു. അപ്പോ ഞാൻ ഇങ്ങേരോട് ചോദിച്ചു,
അപ്പൊ ഇതിൽ കാശ് വന്നു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആണല്ലോ, അത് എഡിറ്റിംഗ് ആന്ന് പറഞ്ഞു. നിന്റെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലേ എന്ന് പുള്ളി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ബാങ്കിൽ വിളിച്ച് ചോദിക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അപ്പൊ പിന്നെ ക്ലിയർ ചെയ്യാലോ. അതൊന്നും ക്ലിയർ ചെയ്യണ്ട. അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു നീ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ ഫോൺ എടുത്ത് ഈ ബാങ്കിലത്തെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ആളിനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഈ 2 ലക്ഷം വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ അക്കൗണ്ടിലേക്ക് ചോദിച്ചു. ഞാൻ ഓൾറെഡി ചേട്ടനോട് വിളിച്ചു പറഞ്ഞാണല്ലോ ഓൾറെഡി 2 ലക്ഷം ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതെങ്ങനെയോ 40,000 സംതിങ് അങ്ങനെ എന്തോ 2 സെറ്റിംഗ് ആയിട്ടാ വന്നോണേന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കിപ്പോ കറക്റ്റ് ഓർമ്മയില്ല ആ കാര്യം. എന്തായാലും കാശ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി പുള്ളിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴേക്കും ആ ഫോണ് പിന്നെ എന്റെ തട്ടി പറിക്കുക, ഒരൊറ്റ അടി. ഒരു 5 സെക്കൻഡിന് ഫുള്ള് ഗ്രേ കളറായിരുന്നു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാന് ബെഡ്റൂമിൽ പോയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലോട് കരച്ചില്, നാടകീയമായ രംഗങ്ങൾ, ഡ്രാമ, കരച്ചില്. 10-15 മിനിറ്റിന് പുള്ളിയും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് എന്താണോ ഇനി അവളെ പോയിട്ട് ഞാനും കേസ് കൊടുത്താൽ ഇനി പ്രശ്നമാവും തോന്നണം, ഞാനാന്ന് തോന്നുന്നു. പിന്നെ പുള്ളി ബെഡ്റൂമിലേക്ക് വന്നിട്ട്, എന്നാലും ഈ സമയത്ത് നീ ഒറ്റയ്ക്കാക്കിയിട്ട് പറഞ്ഞത് ശരിയായില്ല, അത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ടെക്നീഷ്യന്മാർക്ക്, മേക്കപ്പ് മാന്, അവർക്കൊക്കെ ഉള്ള കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാണ്, അല്ലാതെ എനിക്കുള്ള കാശല്ല. എനിക്കെന്താ 2 ലക്ഷമാണോ എന്റെ ശമ്പളം, എന്റെ ശമ്പളം എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ പറ്റിച്ചതാണ്, അങ്ങനെ പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് കാശിട്ട് പറ്റിച്ചതാണ് എന്നൊക്കെ പുള്ളി. എന്നിട്ട് വേദനിച്ചോ, ഇവിടെ വീർത്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ഓക്കെ സെറ്റിൽഡായി. പക്ഷെ ഇതൊക്കെ ഒരു ഉള്ളില് എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് സോൾവ് ആയിട്ട് കിടന്നു. പിന്നെ എനിക്ക് തോന്നണ ഈ ചെകുത്താന്റെ ഈ ഗൺ കേസിന്റെ ശേഷം തോന്നുന്നു ഇയാളുടെ ഒരു ഗുണ്ട ഫ്രണ്ട്, ഒരു ഗുണ്ട ഫ്രണ്ട് എന്ന് പറഞ്ഞ കാരണം കുറെ ഗുണ്ട ഫ്രണ്ടുകളുണ്ട്. അപ്പൊ അതിലൊരു ഗുണ്ട ഫ്രണ്ട് വന്നിട്ട്, ചേച്ചിക്കൊരു കാര്യം അറിയോ, എങ്ങനെയാ 2 ലക്ഷം അവരുടേന്ന് കിട്ടിയെന്നറിയോ, എങ്ങനെയാ 2 ലക്ഷം വന്നേന്നറിയോ? 2 ലക്ഷം എങ്ങനെയാ വന്നേന്നോ? അപ്പോ അയാള് ഒരു വീഡിയോ കാണിക്കണം. ഇതൊക്കെ അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടോന്ന് എനിക്കറിയില്ല. സോറി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരില് മാനനഷ്ട കേസ് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. എനിക്കറിയണ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും എനിക്കറിയണ കാര്യം, എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പറയാത്തതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയണ സംഭവങ്ങളൊക്കെ പറയാന്നുള്ളതിലാണ് വീഡിയോ പറയണത്. സോ ഇത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ടോ അതോ എന്താണ്, നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഫീൽ ചെയ്യണേന്നൊന്നും എനിക്കറിയില്ല. സോറി പറയണേല്. എനിക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നു. അതായത് ഈ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിനെ ഇവര് വീട്ടിക്ക്, അന്ന് അമൃത ഹോസ്പിറ്റലിന്റെ അടുത്ത് ഉള്ള വീടായിരുന്നു, അവിടേക്ക് ഈ ഗുണ്ട ഇയാളിനെ എടുത്ത് തട്ടിക്കൊണ്ടുപോരോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടുപോരോ എന്താ ചെയ്തതെന്ന് അറിയില്ല. വീഡിയോയില് അയാൾക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ സെറ്റിലായില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇവര് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അടിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് ഈ ആള് പറയണത്, ഈ ഗുണ്ട പറയണത്. നന്നായി ശരിക്കും കൊടുത്തു. എന്നിട്ട് ഇനി അവർ കേസ് കൊടുക്കണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചത്. എല്ലാം സെറ്റല്ലേ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞ വീഡിയോ എടുത്തു വെച്ചത് ആ ഒരു ഇനി അവര് കംപ്ലൈന്റ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തു വെച്ചോടെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഈ ഇങ്ങനെ ഫ്രണ്ടോ ഗുണ്ടയോ എന്ന് പറഞ്ഞ ആ ഒരാള് കാണിച്ചു തന്നു. അപ്പൊ ദൈവമേ, ഞാൻ ഏതൊക്കെ കേസിൽ പ്രതിയാവുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തോക്ക് കേസായി, ഈ കേസായി, ഓൾറെഡി മോൺസന്റെ കേസ് ആൾക്കാർ പിന്നെ 8 മാസം മോൺസൺ കേസ് വന്നപ്പോൾ 8 മാസം ചെന്നൈയിൽ പോയി നിന്ന് പിന്നെ എല്ലാം സെറ്റിലായിട്ടാണ് പിന്നെ തിരിച്ചു കേരളത്തിൽ വന്നത്. അപ്പൊ ആൾക്കാരൊക്കെ അതൊക്കെ മറന്നു. അപ്പോ അങ്ങനത്തെ പല കേസുകളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഷോക്കായി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും പിന്നെ അധികം താമസിക്കാണ്ട് തന്നെ എന്താണ് അപ്പൊ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് 2 ലക്ഷം വന്നതെന്നാണ് അയാൾ പറഞ്ഞത്. അത് ഇങ്ങനെ പറഞ്ഞല്ല. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ചിരി.
അവിടെ ചിരിക്കാൻ കുറെ ആൾക്കാരുണ്ട്. അതായത് ഗുണ്ടായുസം നടത്തി നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എന്താണ് രാജാവിന്റെയോ അല്ലെങ്കിൽ രാക്ഷസിന്റെയോ അല്ലെങ്കിൽ ചെറുത്താന്റെയോ ഒരു ചിരി. അതായത് ഇവര് ഇങ്ങനെ പറഞ്ഞോണം എന്താ വെച്ചാ ഇങ്ങേരുടെ അപ്പൻ ഇങ്ങേർക്ക് പഠിപ്പിച്ചു കൊടുത്തോണം എന്താ വെച്ചാ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇന്നെ തല്ലിക്കൊല്ലേണ്ട കാലമേ കഴിയും. പക്ഷെ എന്തായാലും പറയാം, നോർമലി അപ്പന്മാരെങ്ങനെ പഠിപ്പിക്കുക, പക്ഷെ ഇങ്ങേരുടെ അപ്പ എന്താ പഠിപ്പിച്ചോണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, ഈവൻ നീ ഒരാളിനെ കൊന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ നീ അപ്പൊ നോക്കേണ്ട എന്താ വെച്ചാൽ ആരുടെയിലാണ് കൂടുതൽ കാശ്. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ നന്നായിട്ട് കാശുണ്ട്, അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാശുള്ള സ്ഥലത്താണ് നിയമം ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങനെ അപ്പ ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞോണെ. അപ്പോ ഇത് കേട്ടപ്പോ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതാണ് സംഭവിക്കുള്ളൂ. കാലകാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പോ ജയിലിലാവേണ്ട ആളാണ് എന്നാണ് എന്നോട് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഓക്കെ, ഇന്റർ റേപ്പ് കേസിന് ഞാൻ ആക്ച്വലി കേസ് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഈ തോക്ക് കേസിന് ഞാൻ കേസ് കൊടുക്കണ്ട. ഞാനിവിടെ കള്ളപ്പണം വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം, ഞാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ എവിടെയാണ് ഇയാൾ കള്ളപ്പണം ഒക്കെ സൂക്ഷിച്ചു വെച്ചോണേ എന്നുള്ളത് ഞാൻ ഇപ്പോഴേക്കും ഈ ഓൾറെഡി ആദ്യത്തെ വീഡിയോ വന്നപ്പോഴേക്കും അതൊക്കെ മുക്കിയിട്ടുണ്ടാവും. അതുപോലെ പല അലിഗേഷൻസ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആർക്കും വേണ്ട. അപ്പൊ സാധാരണക്കാര് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കുറ്റമുള്ളൂ. വലിയ ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അതൊന്നും കുറ്റമല്ല. അത് ഇത്ര ഇതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എപ്പിസോഡ് വഴി ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ആർക്കൊന്നും വേണ്ട. എന്തായാലും എന്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യണു. എനിക്ക് രണ്ട് ഭാഗത്തിനോടും, അതായത് ഇതില് ഇങ്ങേർക്ക് ഡിഫെയിം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എനിക്ക് ഡിഫെയിമേഷൻ കൊടുക്കാം. മറ്റാളോട് സോറി, അറിഞ്ഞിട്ടല്ല ഇതിന്റെ ഒപ്പം കൂട്ടുന്നത്. ഞാൻ ഇടയിൽ കുറച്ചു കാലം മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഒപ്പം ഞാനും ആക്ച്വലി 2 ഇന്റർവ്യൂ ഇതിനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്ന ഇൻഫർമേഷനും ഞാൻ അമിതമായിട്ടുള്ള വിശ്വാസം കൊണ്ടും പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷെ സോറി, ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സോറി പറയണു. അതുപോലെ തന്നെ ലൈൻ പ്രൊഡ്യൂസറിനോടും സോറി പറയണു. നിങ്ങളിത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതൊരു ഡിഫമേഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത് എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ്. എനിക്കിത് ഒന്നും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. ഇന്നിപ്പം ഞാൻ പറയുമ്പോൾ ഇതും കൂടി ഞാൻ പറയാൻ തോന്നി. ഓക്കെ, താങ്ക് യു.